നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിപ്പം ഒരു വീട്ടിലല്ല, ബിൻസി ആന്റിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന് അവിടെ കിടന്ന് ഭയങ്കര ക്ഷീണിച്ച് കിടന്നങ്ങ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് സിബിച്ചേട്ടായുടെ ഷാൻഡി ആന്റിയുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മള് താബൂർ വഴിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ജോസ്ഗിരിക്കാണ് പോകുന്നത്. ദേ ഇരിക്കുന്നു ബിൻസി ആന്റി. എല്ലാരും നൈറ്റി ഒക്കെ ഇട്ടിട്ടാണ്, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇതാ വീട്ടിലിട്ടേക്കുന്ന ഡ്രസ്സ്. ഇത് മമ്മി നൈറ്റി ഇട്ട്, ഇത് ഷാൻഡി ആന്റി. ഷാൻഡി ആന്റിയും ബിൻസി ആന്റിയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ മൂത്ത ചേച്ചി ഉണ്ട്, ജോസിരി അമ്മ. അമ്മയുടെ പേരെന്താ? എലിക്കുട്ടി അമ്മ. ജോസിരി അമ്മയുടെ, എലിക്കുട്ടി അമ്മയുടെ സഹോദരി എന്നൊക്കെ എന്തൊക്കെ പറയുന്നത് മോളാണ് ഈ കാണുന്നത്. മോളുടെ വീട്ടിലേക്ക് ബിൻസി ആന്റിയുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിട്ട് നേരെ വന്നത്. ബിൻസി ആന്റിയുടെ വീട്ടിലേക്കാണ്. ബിൻസി ആന്റിയുടെ മക്കൾ രണ്ടുപേരും, ഒരാൾ ദുബായിലും ഒരാൾ ബാംഗ്ലൂരും ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരിവിടെ ഇല്ല. അതെ, പള്ളിയൊക്കെ ഉണ്ട് ഇതിലൊക്കെ. ഇന്ന് കോട പറഞ്ഞിരിക്കുന്ന നോക്കിയമ്മേ. ഒരു മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് പറയാം. എത്തിയേക്കണേ. പിന്നെ ഇത് ഷാൻഡി ആന്റി എന്ന് പറയുന്നത് സിബിച്ചേട്ടായി, അതായത് ജോസിരി അമ്മയുടെ പിന്നെ മോന്റെ വൈഫാണ് ഷാൻഡി ആന്റിയുടെ വീട്ടിലേക്കാണ് ഇപ്പൊ പോകുന്നത്. ജോസ്ഗിരിക്കാണ് പോകുന്നത്. ആന്റിയുടെ രണ്ട് പിള്ളേര്, ഒരാള് പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ തെര പറഞ്ഞ് നടക്കുന്നുണ്ട്. അവൻ പയ്യന്നൂർ കോളേജിലാണ് പഠിക്കുന്നത്. ആൻഡ് അവള് നേഴ്സാണ്. മംഗലാപുരത്ത് നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഞങ്ങളുടെ ഉണ്ട്, വണ്ടിയിൽ ഫ്രണ്ടിൽ പോയിണ്ട്. പിന്നെ ബിൻസി ആന്റിയുടെ ഹസ്ബൻഡ് സന്തോഷങ്ങളും സിബിച്ചേട്ടായും കൂടെ ബൈക്കിൽ ഓൾറെഡി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. വണ്ടിയിൽ എല്ലാവർക്കും കൂടെ കയറാൻ പറ്റില്ല. പിന്നെ ഇതെന്റെ തൊലിഞ്ഞ ബ്രദർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജോസിരിയിലെ വിശേഷം. ജോസിരിയിൽ ഒരു മലയുണ്ട് കാണാൻ പറ്റും. എന്താണ്? തിരുനെറ്റിക്കല്ല്. യെസ്, തിരുനെറ്റിക്കല്ല്. പ്രശസ്തമായ. ആന്റി പറഞ്ഞേ, ആന്റിയുടെ മുഖം അതിനകത്ത് വേണ്ട, താല്പര്യമില്ല. പ്രശസ്തമായ തിരുനെറ്റിക്കല്ല്. ഈ ബിൻസി ആന്റി ഒക്കെ ജനിച്ചു വളർന്ന് അവിടെ തന്നെ ആട്ടോ. ആന്റിനെ കല്യാണം കഴിച്ചേക്ക് വന്നതാണ് ഈ പറയുന്ന സ്ഥലത്തേക്ക്. മിനി മൂന്നാറിന്. യെസ്. അപ്പൊ നമുക്ക് കാണാം. അതെ, ഭയങ്കര കോടയാട്ടോ, നല്ല കോടയുണ്ട്. ബിൻസിയാന്റെ അടുത്ത് ഭയങ്കര മഴയായിരുന്നു, എന്നാലും വലിയ കോട കിട്ടിയിട്ടില്ല. പക്ഷെ അവിടെ നല്ല കോട, നല്ല തണുപ്പുമായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോ സമയം ഏകദേശം 9. താബോറിന്ന് പോകുന്ന വഴിയാണ്. അടിപൊളി. നോക്കി, പോകുന്ന വഴി തന്നെ ഇത്രയും ഭംഗി. വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടം ഒത്തിരി ഉണ്ടല്ലോ. താഴെ ഇറങ്ങുന്ന വേണ്ട, ഇനിയിപ്പോ ഇവിടെ നിർത്തണ്ട. ഇതാ എല്ലാരും കൂടെ പോവാണ്. വഴി നോക്കിക്കേ, നോക്കിക്കേ, ഇതാണ് റോഡ് കേട്ടോ. എന്ത് ഭംഗി നോക്കി, കോട പറഞ്ഞു കിടക്കണ നോക്കിയേ. മമ്മി കോട നോക്കിയമ്മേ, ഫുള്ള് കോട. ഒരു കന്യാസ്ത്രീ പള്ളി പോകുന്നു. അതെ, ഒരു ചേച്ചി ഒരു കന്യാസ്ത്രീ പള്ളി പോകുന്നു. ചോദിക്കട്ടെ, കേറണ്ട. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞു. പൊട്ടനാണോ നീ? ഇതിനകത്തൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിള്ളേരോട്. താബോർ എത്തി ആന്റി? ഇതാണോ താബോർ? ലെഫ്റ്റ്. ഇതാണ് താബോർ. ഇതാണ് സിറ്റി താബോർ എന്ന് പറയണേ. ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ ടീമുകളെ വന്നേക്കും. കോടയല്ല, കോടാമഞ്ഞിൻ. ഹോയ് ഹോയ്. താബോർ പള്ളി. ഇതാണ് താബോർ പള്ളി. അതെ, കോട. നല്ല കാറ്റും. അയ്യോ, കോട പറന്നു പോന്നു. പിന്നെ കോട പറന്നു ആ മലയൊന്നും കാണുന്നില്ല കേട്ടോ. നോക്കി, കോടമഞ്ഞ് മൂടി. ഞങ്ങൾ മൂന്നാർ എത്തുക. നിന്നെ ഞാൻ ഇടത്തും വെള്ളം പഠിപ്പിക്കുന്നു. വഴി അറിയില്ല, വഴി. ഇതാണ് ഞാൻ പറഞ്ഞ സിബിച്ചേട്ടായ സംഭവം. നീ കോട നിറഞ്ഞ വഴി കേട്ടോ. നീ പറന്നു പോന്നു കോട. കോടാമഞ്ഞിൻ. ഹോയ് ഹോയ്. ഹോയ് ഹോയ്. ഹോയ് ഹോയ്.
വളരെ അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ ജോസ്ഗിരിയിലൊക്കെ പോകുന്ന സമയത്ത് ഇത്ര കോടയോ ഇത്ര ഇതൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഈ വർഷം ഭയങ്കര കൂടുതൽ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ എന്റെ സ്റ്റോറിയിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ജോസ്ഗിരിയിൽ ഉരുള് പൊട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു. താബോറൊക്കെ വഴി ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങള് തിരുമേനി വീട്ടിൽ നിന്നും താബോർ മല വഴി ഷാൻഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു വിശേഷമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവരെയും. ഞങ്ങള് കോടയാണ് ഇത്. ആന്റി ഞാനിങ്ങടെ പേരൊക്കെ വഴിയിൽ പേരൊക്കെ കണ്ടു. ഞങ്ങള് മണ്ടയിലാണല്ലോ. ഇതിന് നിറച്ചും പേരൊക്കെ വണ്ടി കണ്ടപ്പോഴത്തേക്ക് ഈ കോട നിറഞ്ഞു എടുക്കുക. ഈ സ്ഥലം കണ്ടപ്പോഴത്തേക്ക് പേരൊക്കെ പറിക്കണം തോന്നി. ദേ ആന്റി കയറുന്നു. നോക്കി ആന്റി പേരൊക്കെ. ആന്റി ഇതാ ആന്റി വലിയ പേരക്ക. എന്തോ ഒരു പേരക്ക. അയ്യോ പേരൊക്കെ പറിച്ചു. കൊറേ എന്റെ മടിയിൽ ഇങ്ങനെ ഇട്ടേ. ഇപ്പൊ ഇടാൻ കവറില്ല. ആന്റിയുടെ എന്നൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ അടിപൊളിയാട്ടോ, നല്ല വൈബ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് വൈബല്ല ആന്റി. വണ്ടി എടുക്കണു. ഞങ്ങളത് പറിക്കുകയും ചെയ്തു, തീറ്റയും കഴിഞ്ഞു. ഇത് എല്ലാരും തിന്നുന്നു പേരക്ക. എല്ലാരും തന്നെ കോട നിറഞ്ഞ. എല്ലാവരുടെ പേര്, എന്റെ പേരടക്കം വേറെ വിളിക്കുന്നു. ഇവിടെയും പേര് വാട്ടർ ഫോൾസ് പോകുന്ന വഴിക്ക് ഒരു പിറ്റ അലക്കിട്ട് പോയാലോ. വാട്ടർ ഫോൾസ് എല്ലായിടത്തും വെള്ളച്ചാട്ടോ. ഇതിലേക്ക് റോട്ടിൽ കൂടെ വരാം വെള്ളച്ചാട്ടോ. താഴോട്ട് അതെ. കൊക്കോ തോട്ടമൊക്കെ ഉണ്ട്. കൊക്കോ ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങ സാധാ കൃഷി കുടുംബം അല്ലെങ്കിൽ ആന്റി അങ്ങ് വരലാവട്ടെ ആന്റി. മഞ്ഞ് മൂടിയത് കാരണം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഫ്രണ്ടിലോട്ട്. വെള്ളം അകത്ത് വീഴുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ജോസ്ഗിരി ഫൈനലി ജോസ്ഗിരി. പിന്നെ മനസ്സിലായി ഗൈസ്, ഇതാണ് ജോസ്ഗിരി ടൗൺ. ഇതിലെ ഉദയഗിരിക്ക് പോണത്. ഇത് ജോസ്ഗിരി. ഇവിടെയാണ് ബസ്സൊക്കെ. ഇത് നേരെ പോയ പയ്യന്നൂര്, കാസർഗോഡ് അങ്ങനെ പോവാം. ഇതൊക്കെ നമ്മുടെ വീടിന്റെ ആലക്കോട് കണ്ണൂരൊക്കെ. അയ്യോ ആന്റി എന്നാ മറ്റേ നമ്മുടെ ജോസിന്റെ വീട്ടിലേക്ക് പോണ അത് ഇവിടുത്തെ സ്കൂളാണ്. ഈ സ്കൂളിലാണ് ഇവിടുത്തെ പിള്ളേരൊക്കെ പഠിച്ചതൊക്കെ. ബിൻസിന്റെ ഇവിടെയാണോ പഠിച്ചത്? ബിൻസിന്റെ ഒക്കെ ഇതല്ലേ പഠിച്ചല്ലേ? വീടൊക്കെ കാണാറാണ്. ഓക്കെ. ഇവിടെ ഇതെന്താ? അല്ല ഇതെന്താ വീട്? ഇതാണ് വീട്. നമ്മുടെ ഇത് ഇരിക്കോട്ടാ പോകുന്നത്. വണ്ടി ഇങ്ങനെ റിവേഴ്സ് കയറിയാൽ മതിയോ? റിവേഴ്സ് കയറിയാൽ മതി. ഫ്രണ്ട് എടുത്ത് റിവേഴ്സ് അടിക്കും. ഗൈസ്, അപ്പൊ നമ്മള് ഫൈനലി നമ്മുടെ ജോസിലെത്തി. ഷാൻഡി ആന്റിയുടെ വീട്ടിലെത്തി. അല്ലേ പോണു. ഇതാണ് വീട്. എല്ലാരും ഇതേ വാട്ടർഫോൾസ്. അതെ വീട്ടിലെത്തി. അതെ ഇതാണ് വെറൈറ്റി. വീട്
വീട് കാണിച്ചു. ഞാൻ പറയാം ഗൃഹനാഥൻ. ഗൃഹനാഥൻ എന്താ ഈ കോലത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാ നടക്കാൻ പറ്റുള്ളൂ അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ആ പോരെ 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 ഇയാളെ കൊണ്ടുപോകും. കൊടുത്തു ചെറുതൊന്നും ഇട്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. വിൻസിയാറ്റിയുടെ എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? സ്കൂട്ടറിലുള്ള റൈഡ് പൊളിയായിരുന്നു. നനഞ്ഞല്ലേ? കുഴപ്പമില്ല. ഞാൻ വീഡിയോ എടുക്കും. ആരോടെ പറയുന്നൊക്കെ നമ്മള് വീട്ടിലെത്തി. അവിടെയൊക്കെ കോട കേറിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് നിറയുന്നുണ്ട് കോട ആ ഏരിയയില്. ഇതാ അവിടെയാണ് സ്കൂള്. ഇത് ജോസരി ടൗണ്. ഇവിടെ സ്കൂള്. പിന്നെ ഇതാണ് വീട്ടിലെ അടുത്ത ഗൃഹനാഥൻ. എന്റെ ഗൃഹനാഥൻ നീ എവിടെയായിരുന്നു? അടുത്ത ഗൃഹനാഥൻ. ഈ എന്നെക്കാളും പൊക്കോ അല്ലെ? സോറി മണ്ട കാണാനല്ലേ ചെന്നക്കാരും പൊക്കോ വെച്ചോറിയാന്നൊക്കെ. ഇവനാണ് നേരത്തെ വണ്ടിയിൽ പറപ്പിച്ച് ജെറ്റ് വിട്ട് വന്നത്. അടാ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടോ നിനക്ക്? ഓൺലി ഗുഡ്. ഭയങ്കര കോട ഗൈസ്. കാടുമഞ്ഞിൻ അത് കണ്ട് ഞാന് പണ്ട് ഞാൻ എത്ര വർഷം മുന്നേ അടി ഇവിടെ നീ കുഞ്ഞായിരുന്നില്ലേ? അത്ര കുഞ്ഞൊന്നല്ല. 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലാണ്. എടാ ഞാൻ കുഞ്ഞായിരുന്നു. അല്ല ഞാൻ വന്ന ഇല്ലില്ല ഞാൻ അന്ന് വന്ന സമയത്തെ ഇവള് ചെറുതായിരുന്നു. അപ്പൊ ഇവനും ഉണ്ടായിരുന്നു തോന്നല്ലേ? ഞങ്ങള് 3 പേരും കൂടെ ആ മണ്ടയ്ക്ക് കാണുന്ന മല കണ്ടോ? അത് അവിടെ ഒരു കല്ലുണ്ട് അല്ലേടി? ഇതിന്റെ മുകളിലല്ലേ? ആ കല്ലിന്റെ പൊക്കത്ത് കയറി ഇരുന്നിട്ട് ഇതിലേക്കൊക്കെ നടന്നാ കയറിയ. സൂപ്പർ ആയിരുന്നു അന്ന് പോയിരുന്നപ്പോഴത്തേക്ക്. അതിൽ പോകാൻ പറ്റില്ല ഇപ്പൊ ഒന്നും. ഞാൻ ഇവള് കേട്ടോ പറഞ്ഞു. ഇവള് നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നിക്കാണ്. താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ല എന്നൊക്കെ. നേഴ്സാണ് വളർന്നു വരുന്നത്. ഇവിടെ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കാണിക്കും വേണമെങ്കിൽ. അല്ലേ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഉണ്ട്. നേഴ്സാണ്, കള്ളം പറഞ്ഞല്ലോന്നൊക്കെ. ഇടാന്നൊരു പട്ടിക്കൂട്, പട്ടിയില്ലാതെ ഒരു കൂട് വെച്ചേക്കുന്നു. അയ്യോ പിന്നെ ഇത് കോട പിന്നെയും കേറി കേട്ടോ. അതാ മുകളിലൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവന്റെ വണ്ടി കഴിവിൽ ഇതുവരെ നിന്നിട്ടുമില്ല. കോട കേറി ഉണ്ടല്ലോ. തണുക്കാനും തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ വൈബാണ് ഗൈസ്. സൂപ്പർ വൈബ്. എന്താ ഗൈസ്? തണുക്കുന്നു ഗൈസ്. ഇതേ ഇവൻ എന്നാന്നറിയത്തില്ല. വണ്ടി കഴുകും, അവനും കഴുകുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. ആ വെള്ളത്തിന് നല്ല തണുപ്പല്ലേടാ? എടാ ഇച്ചിരി കാലയിലോട്ട് വെച്ചേടാ കുളിപ്പിക്കാൻ. നല്ല തണുപ്പ്. അടിപൊളി. ഒരു രക്ഷയില്ലാത്ത വൈബ് പിടിച്ചു. കോട ഭയങ്കരമായിട്ട് കയറിക്കൊണ്ടിരിക്കുക. തണുക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നു. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കി കഴിച്ചത്. കപ്പയും ബീഫും മേടിച്ചു. അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. കപ്പയും ബീഫൊക്കെ മേടിച്ചു കഴിച്ചു, ഉണ്ടാക്കി കഴിച്ചു. സമയം ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയി. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഞാൻ അടുത്ത വിശേഷം കാണിക്കാം. വേറെ വീഡിയോയിലൂടെ കാണാം കേട്ടോ. നമുക്ക് നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. അതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. ഇതിപ്പോൾ കുറച്ച് ലോങ് അല്ലേ. അപ്പം നമ്മളിതിപ്പോൾ തിരുമേനിയിൽ നിന്ന് താബോർ മല വഴി ജോസ്ഗിരിയിൽ എത്തിയ ഒരു ചെറിയ സ്പോട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ജോസ്ഗിരിയുടെ ഭംഗിയാണ് അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇപ്പോൾ നോക്കിയേ, ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ, അവിടെ ഒന്നും കാണുന്നില്ല. നേരത്തെ നന്നായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഭാഗമൊന്നും കാണാതെ ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലൂടെ
അല്ല അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ.